ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ മദ്രസ അധ്യാപകർ തൊഴിൽ സാഹചര്യങ്ങളിലും സേവന വേതന വ്യവസ്ഥകളിലും പരാതി വ്യാപകമാകുന്നതിൽ ആണ് തീരുമാനം. നിരപരാധികളായ നിരവധി അധ്യാപകരെ വ്യാജ പീഡന കേസുകളിൽ കുടുക്കുന്നുണ്ട് എന്നും അവർക്ക് നിയമസഹായം നൽകുകയാണ് ലക്ഷ്യമെന്നും ഇവർ പറയുന്നു. നമ്മുടെ സംഘടനയിലേക്ക് വരാൻ കാരണം നമ്മൾ മദ്രസ അധ്യാപകൻ വിഷയവുമായി ബന്ധപ്പെട്ട് 3-4 മാസമായി സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ മുടങ്ങിക്കിടന്ന ധാരാളം ഉസ്താദുമാർ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിങ്ങനെ പറയാണ്, എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ സംഘടനയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്കൊരു ഇടപെടാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഒരു KMTU എന്നുള്ള സംഘടന രൂപീകരിച്ചത്. അത് കേരള മദ്രസ ടീച്ചേഴ്സ് യൂണിയൻ, കേരളത്തിലെ ആദ്യത്തെ മദ്രസ അധ്യാപകന്മാർക്കുള്ള ഒരു യൂണിയനാണ്. ഇതുവരെ അങ്ങനെ ഒരു മദ്രസ അധ്യാപകന്മാർക്കൊരു യൂണിയൻ നിലവിലില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു KMTU എന്നുള്ള സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ എല്ലാ ഫയലുകളും കാര്യങ്ങളൊക്കെ ലേബർ ഓഫീസിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ശക്തമായ നിലയ്ക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. മദ്രസ അധ്യാപകന്മാരെ നിരന്തരം വന്ന് ചില ആളുകൾ ഗുണ്ടകളിൽ വന്ന് പീഡിപ്പിക്കുന്നു, മദ്രസകളിൽ വന്ന് കൈകാര്യം ചെയ്യുന്നു. നമ്മൾ മാനേജ്മെന്റ് ഇടപെടുന്നില്ല, നമ്മൾ ബോർഡുകൾ ഇടപെടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നിരപരാധികളെ അധ്യാപകന്മാരെ എന്തൊക്കെയോ പറഞ്ഞു വന്ന് കയറ്റി എന്താ പറയുക സദാചാര ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയാണ്. സദാചാര പോലീസ് ശ്രമിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ ആക്രമിക്കുകയാണ്. നമ്മളെ ബോർഡുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ശക്തമായ നിലയിൽ നമ്മൾ യൂണിയൻ ഇടപെടും എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ നിരപരാധികളാണ് 90% ആളുകളും നിരപരാധികളാണ്. ഈ വിഷയത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അടുത്തു വന്നു പല കേസുകൾ പുറത്തു വന്നു. കോടതി വെറുതെ വിട്ടു അവർ നിരപരാധികളാണെന്ന് പറഞ്ഞു. കാരണം രക്ഷിതാക്കൾ അവരെ എന്താക്കാണ് ദേശത്തിന്റെ പേരിൽ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രംഗമാണ്. എന്തിനാരെ സ്വന്തം ഭാര്യ പോലും മകനോട് ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുപ്പിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? സ്വന്തം അമ്മ പറയുന്നത് പീഡിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കുട്ടികളോട്. ആ ഒരു കാലഘട്ടത്തിനിടയിൽ മദ്രസ അധ്യാപകന്മാരുടെ വിഷയത്തിൽ എന്താ പറയേണ്ടത്? അപ്പൊ അങ്ങനെ നിരപരാധികളായ ആളുകൾ ഇപ്പോഴും ശിക്ഷിക്കപ്പെടുകയാണ്. അവർക്ക് നിരപരാധി തെളിയിച്ചുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കുറ്റവാളിയാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. കാരണം ഈ മേഖലയിൽ ഒരു മദ്രസ അധ്യാപകന്മാർ കുട്ടികളെ കാണിക്കേണ്ട സ്ഥലത്ത് അവർ തെറ്റ് ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടേണ്ട വേണം. അത് 100% നമ്മൾ അതിന് സപ്പോർട്ടാണ്. അവർ ശിക്ഷിക്കപ്പെടേണ്ട. പിന്നെ ഈ മേഖലയിൽ അവർ തിരിച്ചു വരാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ഇവർ മദ്രസ രംഗത്ത് അവർ വരാൻ പാടില്ല എന്നാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ മദ്രസ അധ്യാപകരുടെ വിഷയം പലപ്പോഴായി ചർച്ചയിൽ വരാറുണ്ട്. അത് പ്രധാനമായും ഈ സൂചിപ്പിക്കുന്ന പോലെ ഇവർക്ക് ആരാണ് ശമ്പളം നൽകുന്നത്, പൊതുഖജനാവിൽ നിന്നാണ് ശമ്പളം നൽകുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോഴിതാ ഈ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ള വ്യക്തി പറയുന്നത് ക്ഷേമനിധി ബോർഡിൽ നിന്ന് അടക്കം പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പറയുന്നത്? കാരണം സർക്കാർ പറയുന്നത് ഈ മാനേജ്മെന്റുകളാണ് ഈ പണം നൽകുന്നത് എന്നും അതാണ് മദ്രസ അധ്യാപകർക്ക് നൽകുന്നത് എന്നുമുള്ളതാണല്ലോ. അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ പണം ലഭിക്കുന്നില്ല, അതിന് തടസ്സമായി നിൽക്കുന്നത് ആര് എന്നതിലൊക്കെ ഇവർക്ക് വ്യക്തതയുണ്ടോ അനീഷ്? അഭിലാഷ്, സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ മദ്രസ അധ്യാപകർ ഒരു സംഘടന രൂപീകരിച്ച് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടന രൂപീകരിച്ച് രംഗത്തേക്ക് വരുന്നത്. അത് മറ്റ് മേഖലകളിൽ, അതായത് സ്വകാര്യ അധ്യാപകരും സർക്കാർ അധ്യാപകർക്കും ഒക്കെ ആ സംഘടന ഉണ്ടെങ്കിൽ പോലും മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നാണ് ഇത്രയും കാലം ഈ മദ്രസ അധ്യാപകർ, ഉസ്താദുമാർ എന്നും അറിയപ്പെടുന്ന ഈ മദ്രസ അധ്യാപകന്മാർ പ്രവർത്തിച്ചത്. പൂർണ്ണമായും ഓരോ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലാണ്. ഈ സമസ്ത കേരള ജമത്തുൽ ഉലൈമയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാന്തപുരം വിഭാഗത്തിൻ്റെയും ഒക്കെയുള്ള മാനേജ്മെൻറ്റുകളുടെ കീഴിലാണ് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. മദ്രസ മാനേജ്മെൻറ്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അധ്യാപകർ ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ അടയ്ക്കുകയും അതാണ് പിന്നീട് പെൻഷനായി തിരിച്ചു നൽകുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരത്തിലെ ഉസ്താദുമാർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. അതായത് ഈ ജോലി ചെയ്ത് വിരമിച്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സേവനകാലത്ത് അടച്ച പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം. ഒപ്പം ഈ ശമ്പളം, മദ്രസ അധ്യാപകരുടെ ശമ്പളമാണെങ്കിൽ പോലും വളരെ തുച്ഛമാണ്. 4000 മുതൽ തുടങ്ങുന്ന ശമ്പളം ഏറിയാൽ 10000. 3 ഷിഫ്റ്റുകളായൊക്കെ പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ 10000 രൂപയിൽ കൂടുതൽ ഇത് ലഭിക്കുന്നില്ല. ഒപ്പം നിസ്സാരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ അധ്യാപകരെ പെട്ടെന്ന് തന്നെ പിരിച്ചുവിടുന്ന ഒരു പതിവ് പലയിടത്തും കാണുന്നു. ഒപ്പം ഈ മുതിർന്ന അധ്യാപകരെ മാറ്റി പലപ്പോഴും ചെറുപ്പക്കാരായ അധ്യാപകരെ നിയമിക്കാൻ മാനേജ്മെൻറ്റുകൾ വ്യഗ്രത കാണിക്കുന്നു. ഇനി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ മാനേജ്മെൻറ്റുകൾ പലപ്പോഴും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൻ്റെ സമയമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രക്ഷോഭ സമരം നടത്തുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരം ഒരു മാനേജ്മെൻറ്റും തങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന ഈ മദ്രസ അധ്യാപകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനോ അവരുടെ തൊഴിൽ സ്ഥിരതയ്ക്കോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാനുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതിനോ ഒന്നും ഇടപെടുന്നില്ല. ഒരു പൊതുസമൂഹത്തിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ടവരെന്ന രീതിയിലാണ് തങ്ങൾ കുറച്ച് നാളുകളായി തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി അത്തരം മാനേജ്
മാനേജ്മെൻറ്റ് ഭേദമന്യേ സംസ്ഥാനത്തെ മുഴുവൻ മദ്രസ അധ്യാപകരും ഒരു ട്രേഡ് യൂണിയനായി നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയും ആവശ്യമെങ്കിൽ പ്രക്ഷോഭങ്ങൾ അടക്കം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് അവരുടെ നിലപാട്. എന്തായാലും നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് ഒരു മതത്തിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവർ ആ വേലിക്കെട്ട് പൊട്ടിച്ച് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി മാറുന്നു എന്നത് തന്നെയാണ് അഭിലാഷ്. യെസ്, തീർച്ചയായും അതിലിപ്പോൾ ഈ സ്വാഭാവികമായി സൂചിപ്പിക്കുന്ന പോലെ മതപരമായ ഒരു വിഷയമാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മതത്തിൻ്റെ വേലിക്കെട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴും ഈ ട്രേഡ് യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആ മതവിഭാഗത്തിൽ നിന്നുള്ള മറ്റു പ്രതികരണങ്ങളെക്കുറിച്ച് അവർ ഏതെങ്കിലും തരത്തിൽ പറയുകയുണ്ടായോ അനീഷ്? സമസ്ത അടക്കം ഈ ഇപ്പോൾ കാന്തപുരം അടക്കമുള്ള ഒരുപാട് പ്രബല വിഭാഗങ്ങൾക്ക് അവർക്ക് നൂറുകണക്കിന് ഈ മദ്രസകൾ നിലവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നത് മാനേജ്മെൻറ്റുകളോടും ഇവർ പലവട്ടം ചോദിച്ചു. പക്ഷേ ഒരു കൃത്യമായ മറുപടി ലഭിക്കാത്തതുണ്ട്. ഇപ്പോൾ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയാകുമ്പോൾ സർക്കാർ പറയുന്നത് ഈ പെൻഷൻ നൽകാനായി സർക്കാരിൻ്റെ കൈവശം പണമില്ല എന്നാണ്. പക്ഷേ ഈ പെൻഷൻ വിതരണത്തിനായി മാത്രം 6 ജീവനക്കാരെ അതിൻ്റെ ഓഫീസിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേക എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ശമ്പളം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ലഭിക്കുന്നില്ല. അതായത് എന്തൊരു കാരണത്തിന് വേണ്ടിയാണ് ആ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്, ആ പെൻഷൻ വിതരണം നടക്കാതിരിക്കുകയും പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ നിരവധി ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ ഈ മദ്രസ അധ്യാപകർക്ക് വേണ്ടിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് ഒക്കെ കടലാസിലല്ലാതെ ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അതുകൊണ്ടൊരു സംഘടിതമായ വിലപേശൽ ഇക്കാര്യത്തിൽ വേണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നു. മറ്റൊന്ന് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം ഒരുപാട് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും വരുന്നു, ഈ മദ്രസ അധ്യാപകർ കുട്ടികളെ പീഡിപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. ഇക്കാര്യങ്ങളൊന്നും ഈ കൃത്യമായൊരു അന്വേഷണം നടത്താതെ ഈ മദ്രസയിൽ നിന്നുള്ളൊരു വിവരം കിട്ടിയ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പലപ്പോഴും ഇത്തരം കേസുകൾ വിചാരണയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകുമ്പോൾ തെറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ കുട്ടിയെ വഴക്ക് പറഞ്ഞതിനോ രക്ഷകർത്താക്കളോടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മറ്റ് പൊതു സ്കൂളുകൾക്ക് നൽകുന്ന ആ ഒരു ആനുകൂല്യം പലപ്പോഴും അന്വേഷണത്തിലൊന്നും ഈ മദ്രസ അധ്യാപകർക്ക് നൽകുന്നില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇനി കൂടുതൽ പരിശോധനകൾ നടത്തി മാത്രമേ ചെയ്യാവൂ. ഇത്തരം ആളുകൾക്ക് നിയമസഹായം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കാരണം ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഇവർ കുറച്ച് നാളുകളായി അനുഭവിക്കുന്നു. ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണമെന്ന ആവശ്യമാണ്. മാനേജ്മെൻറ്റുകൾ എന്തായാലും ഈ പുതിയ നീക്കത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സമസ്ത അടക്കമുള്ള സംഘടനകളുടെ പ്രതികരണങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് വരുമെന്ന് കരുതാം. കാരണം ഈ സമസ്തയുടെയൊക്കെ കീഴിലുള്ള ഒരു കൂട്ടമാണ് ഈ അധ്യാപകർ. അവർക്കൊരു തൊഴിൽ സുരക്ഷയില്ല, അല്ലെങ്കിൽ സ്ഥിരമായ തസ്തികകളൊന്നും പലപ്പോഴും നൽകാറില്ല. മാനേജ്മെൻറ്റ് ഇഷ്ടപ്രകാരമാണ് പലപ്പോഴും ഈ അധ്യാപകരെ നിയമിക്കുന്നത്. ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് ഇവരെ മാറ്റുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഈ മാനേജ്മെൻറ്റുകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ മാനേജ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഈ മത സംഘടനകൾ, ഈ പ്രബലമായ സാമൂഹിക സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടുകൾ ഉണ്ടാക്കും എന്ന് വരും മണിക്കൂറുകൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സംഘടിതമായ ഒരു ശക്തിയായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഉസ്താദുമാരുടെ തീരുമാനം. യെസ്, എന്തായാലും മദ്രസ അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ അതിൽ ചില അപാകതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വ്യാജ പീഡന പരാതികൾ വ്യാപകമാണ് എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മദ്രസ അധ്യാപകർ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് വരുന്നത്. പക്ഷേ അതിൽ എത്ര അധ്യാപകരുടെ പങ്കാളിത്തം ഉണ്ട് എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒപ്പം ഈ മദ്രസ മാനേജ്മെൻറ്റുകൾക്ക് ഈ വിഷയത്തോടുള്ള നിലപാട്, ഒപ്പം മതപുരോഹിതർ ആയിട്ടുള്ളവർ എന്തു പറയുന്നു, അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത കൈവരും.